ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ ആ വാറിനിടയ്ക്ക് UAE സന്ദർശിച്ചു. ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലി പ്രധാനമന്ത്രി തന്നെയാണ്. അദ്ദേഹം ഒരു സീക്രട്ട് സന്ദർശനം UAEയിൽ നടത്തിയെന്നും അബുദാബിയുടെ ഭരണാധികാരി, അദ്ദേഹമാണ് UAEയുടെ പ്രധാനമന്ത്രി, അദ്ദേഹവുമായിട്ട് 2.5 മണിക്കൂർ സീക്രട്ടായിട്ടുള്ള ഡിസ്കഷൻ നടത്തിയെന്നും അത് അബുദാബിയിൽ വെച്ചായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ട്വീറ്റ് ചെയ്തു. ഏകദേശം 7-8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ UAE അത് ഡിനൈ ചെയ്തു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇനി നമ്മൾ നോക്കാം എന്താണ് ഇത് പറയാനുണ്ടായ കാരണം. അതേപോലെ തന്നെ അമേരിക്കയുടെ ഇസ്രായേലി അംബാസഡർ മൈക്ക് ഹക്കാബി അദ്ദേഹം ഔദ്യോഗികമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഇസ്രായേലിൻ്റെ ഏകദേശം 3000-ൽ പരം പട്ടാളക്കാർ UAEയിലുണ്ട്. അവരാണ് UAEക്ക് വേണ്ടി പലതും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റവും അവരുടെ പട്ടാളത്തിനും ഗൈഡൻസ് കൊടുക്കുന്നത്. സാറ്റലൈറ്റ് ഇമേജ് അനുസരിച്ചിട്ട് എവിടുന്നാണ് ഇറാൻ മിസൈലും ഡ്രോൺസും അയക്കുന്നത്, കാരണം അത് നോക്കാനുള്ള കേപ്പബിലിറ്റി, അതായത് കഴിവ്, ട്രെയിൻഡ് അല്ല UAE പട്ടാളം. അവരെ അത് പഠിപ്പിച്ചെടുത്ത് അവരെ കൊണ്ടത് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. കൂടെ തന്നെ മറ്റുള്ള ആൾക്കാരും അതുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വരാൻ തുടങ്ങി. മൊസാദിൻ്റെ ചീഫ് ഏകദേശം 8 പ്രാവശ്യമാണ് UAE സന്ദർശിച്ചത് കഴിഞ്ഞ 1.5-2 മാസം. ഇനി നമുക്ക് കാര്യത്തിലോട്ട് പോകാം. ഒരു കാര്യം ഉറപ്പായി, UAE എന്ന് പറയുന്ന എമിറേറ്റ്സ് അവർ ഇസ്രായേലി ഫോഴ്സിന് വേണ്ടി നേരത്തെ ഫ്രാൻസ് എയർ ബേസ് ആയിരുന്ന സ്ഥലം UAEക്ക് ഈ ഇസ്രായേലിന് കൊടുത്തു. ഏകദേശം ഇത്രയും പട്ടാളക്കാരുണ്ട്, അവരാണിത് മുഴുവനും ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ അടുത്ത സമയത്തും ഇറാൻ പൊട്ടൻഷ്യലി ഡ്രോൺസും മിസൈലും അയച്ചു കഴിഞ്ഞപ്പോഴും തടുത്തത് ഇവർ തന്നെയാണ്. അതിൻ്റെ കാര്യത്തിലും തർക്കമല്ല. അത് ഗ്ലോബൽ മീഡിയയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വാൾ സ്ട്രീറ്റ് ജേണലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാൾ സ്ട്രീറ്റ് ജേണൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു എത്രമാത്രം പട്ടാളക്കാരവിടെ ഇസ്രായേലി പട്ടാളക്കാരുണ്ട്. ഇനിയും അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻസിഡൻറ്റും കൂടെ പറയാം. ഇസ്രായേലി പട്ടാളക്കാർ ഈ UAEക്ക് വേണ്ടി ഇതേപോലെയുള്ള പ്രവർത്തനം നടക്കുന്ന സമയത്ത്, കാരണം അബുദാബിയിലുള്ള എയർപോർട്ടിൻ്റെ പോലും അവിടെ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്, കാരണം അവിടെ ഫ്ലൈറ്റുകളെ അറ്റാക്ക് ചെയ്യാൻ അവരുടെ ഡ്രോൺസും മറ്റുള്ളതൊക്കെ ശ്രമിച്ചു കഴിഞ്ഞ സമയത്ത് ഇസ്രായേലി പട്ടാളക്കാരാണ് അതിൻ്റെ ഓപ്പറേഷൻസ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുമായി ചുറ്റും ബന്ധപ്പെട്ട് ഏകദേശം 15ഓളം പാകിസ്ഥാനി നാഷണൽസ് ഒറിജിൻസ് ഈ അബുദാബി എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഇസ്രായേലി പട്ടാളക്കാരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരോട് കയറി ചൂടായി, ബഹളമുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി. അതിൻ്റെ പേരിൽ തന്നെയാണ് ഒന്നും നോക്കാതെ UAE ഗവൺമെൻറ് അവർ 48 മണിക്കൂറിനുള്ളിൽ UAE വിട്ടിരിക്കണം എന്ന് താക്കീത് കൊടുത്ത് അവരെ ഡീപ്പോർട്ട് ചെയ്തത്. നമ്പർ 1 ഇത് ഗ്ലോബൽ മീഡിയ റിപ്പോർട്ട് ചെയ്ത്. ഇവരും കാരണം ഈ പറയുന്ന പാകിസ്ഥാനി നാഷണൽസിനെ ഇസ്രായേലി പട്ടാളക്കാരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. വായി തോന്നും ബഹളവും വഴക്കവും ഒക്കെ ആ എയർപോർട്ടിനകത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ പേരിൽ തന്നെയാണ് 15ഓളം പേരെ അവിടുന്ന് പറഞ്ഞു വിട്ടത്. അതായത് IDFനെ എതിർക്കാൻ ശ്രമിച്ച അവിടെ ചില UAE പൗരന്മാരെയും അവിടുന്ന് പുറത്താക്കിയിട്ടുണ്ട് എയർപോർട്ടിൽ നിന്ന്. ഇതാണ് ലേറ്റസ്റ്റ് കാരണം അന്നുണ്ടായ ഡെവലപ്മെൻ്റാണ് ഇതൊക്കെ. ബേസിക്കലി അത് നേരത്തെ ഉണ്ടായ സംഭവമാണ്. എന്തുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു UAEയുമായിട്ട് ബന്ധപ്പെടാനുണ്ടായ കാരണം നിങ്ങൾക്കറിയാം, ഈ വാർ ഉണ്ടായ ശേഷം ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് സൗദി അറേബ്യയ്ക്കും ഖത്തറിനും മറ്റുള്ള രാജ്യത്തിനുമല്ല. ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് ഗ്ലോബൽ ഒരു എക്കണോമിക് ഹബ്ബായി വളരുന്ന UAEക്കാണ്. കാരണം അവരുടെ ഓയിൽ ബ്ലോക്ക് ആണെങ്കിലും അവരുടെ ഓയിൽ ശേഖരം ഫുജേറയാണെങ്കിലും അതേപോലെ തന്നെ അവരുടെ കൊമേഴ്ഷ്യൽ ഹബ്ബുകളായ ആമസോണിൻ്റെ ഡേറ്റാ സെൻറ്റർ ആണെങ്കിലും ഹോട്ടൽസ് ആണെങ്കിലും ഇറാനിയൻ മിസൈൽ വന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ രാജ്യത്തിന് കൃത്യമായിട്ടറിയാം അവർക്ക് ഫർദർ മുന്നോട്ട് പോകാൻ വലിയ പ്രശ്നമാണ്.
അവരുടെ പട്ടാളത്തിന് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിൻ്റെ പേരിൽ തന്നെയാണ് അവർ അമേരിക്കയുമായിട്ട് ഡിസ്കസ് ചെയ്ത് അമേരിക്കയാണ് സജഷൻ കൊടുക്കുന്നത്. അവിടെയുള്ള അമേരിക്കൻ പട്ടാളക്കാർ ലിമിറ്റഡ് ആണ്. അവർ ഇറാനുമായിട്ടുള്ള വാർ എൻഗേജ്മെൻറ്റിലാണ്. അവരെ ആ സമയത്ത് സഹായിക്കാൻ, അത്യാധുനിക രീതിയിൽ സഹായിക്കാൻ ഇസ്രായേലി ഫോഴ്സിനെ കഴിയത്തുള്ളൂ. ഇതുകൊണ്ടാണ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ സ്റ്റീഫൻ വിറ്റ്കോഫും പ്രസിഡന്റ് ട്രംപും UAE അഡ്മിനിസ്ട്രേഷനോട് പറയുന്ന ഇസ്രായേലി ഫോഴ്സിനെ അവിടെ വരുത്തുക. അവർ ബാക്കി നിങ്ങൾക്ക് ഗൈഡ് ചെയ്യും. മനസ്സിലാക്കുക, ഇപ്പോൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റം മുഴുവനും ഇസ്രായേലിൻ്റേതാണ്. താഡ് ഉൾപ്പെടെ മറ്റ് പല രീതിയിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം മുഴുവൻ അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. UAE പട്ടാളക്കാർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല. അതായത് UAEയുടെ പ്രൊട്ടക്ഷൻ, എയർ ഡിഫൻസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം 3000-ഓളം ഇസ്രായേലി പട്ടാളക്കാരാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രമാത്രം അടി കിട്ടിക്കഴിഞ്ഞപ്പോൾ 2 ആഴ്ച മുമ്പ് വാൾ സ്ട്രീറ്റ് ജേണൽ എന്ന പത്രം തന്നെ റിപ്പോർട്ട് ചെയ്തു, UAE ഫോഴ്സ് ഇറാൻ്റെ പല സ്ട്രാറ്റജിക് ആയിട്ടുള്ള അവരുടെ വെപ്പൺസ് വച്ചിരിക്കുന്ന സ്റ്റോറേജിലും അതേപോലെ തന്നെ അവരുടെ മിസൈൽ സെൻറ്റേഴ്സിലും ഡ്രോൺസും അവിടെ പോയി അവരുടെ UAE ജെറ്റുകൾ എയർ സ്ട്രൈക്ക് ചെയ്തു. അതും UAE നിഷേധിച്ചിട്ടില്ല. കാരണം ഇതെല്ലാം സീക്രട്ട് എന്ന രീതിയിലാണ് പോയത്. പക്ഷേ ഇതെല്ലാം പബ്ലിക് ഡൊമൈൻ്റെ അകത്ത് വരാൻ തുടങ്ങി. കാരണം അതിൻ്റെ അകത്തുള്ള സ്ട്രാറ്റജിയും എങ്ങനെ ഇത് ചെയ്യണം, അതായത് ഇന്ത്യൻ പട്ടാളക്കാർക്ക് ബാലാക്കോട്ടിൽ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടതെന്ന് അന്ന് നമുക്കിവിടെ പരിശീലനം തന്നതും അതിൻ്റെ മുഴുവൻ സ്ട്രാറ്റജി തയ്യാറാക്കിയത് ഇസ്രായേലി ഫോഴ്സായിരുന്നു. അത് ഗ്ലോബൽ മീഡിയയിലും ഇന്ത്യൻ മീഡിയയിലും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ UAE കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതും, അതായത് എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത്, എവിടെയാണ് ഹിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തതും ഈ പറയുന്ന ഇസ്രായേലി ഫോഴ്സാണ്. അപ്പോൾ അമേരിക്ക ഉദ്ദേശിക്കുന്നൊരു സംഭവം, ഇൻ കേസ് ഈ പറയുന്ന ഇറാൻ്റെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് അവരുടെ പവറാണെങ്കിലും അവരുടെ ഡീസാലിനേഷനാണ് മറ്റുള്ള സെൻറ്റേഴ്സിലും അറ്റാക്ക് ചെയ്യുമ്പോൾ അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നില്ല, ഇസ്രായേലും അറ്റാക്ക് ചെയ്യുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ അറ്റാക്കിൽ പരിക്ക് പറ്റിയിരിക്കുന്ന UAE ആണ്. അവരുടെ UAEയുടെ ഡീസാലിനേഷനും അതേപോലെ തന്നെ റിഫൈനറി ആണെങ്കിലും മറ്റുള്ള ഓയിൽ ബ്ലോക്ക്, അവരുടെ കൊമേഴ്ഷ്യൽ സെൻറ്റേഴ്സിനെ അറ്റാക്ക് ചെയ്ത സ്ഥിതിക്ക് എന്തുകൊണ്ട് UAE ഇതിനെ അറ്റാക്ക് ചെയ്യുന്നില്ല? കാരണം ഹോർമുസ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന UAE ആണ്, ഈ രാജ്യങ്ങളെയാണ്. അപ്പോൾ അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരും. പക്ഷെ അറ്റാക്ക് നടത്തേണ്ടത് UAE ആണ്. ഇതാണ് അവർ അമേരിക്ക വെച്ചിരിക്കുന്ന ഫോർമുല. അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരും. UAEക്ക് ഏറ്റവും വലിയ ഭയമെന്ന് പറയുന്നത് ഇസ്രായേലി ഫോഴ്സ് ഇവരുമായിട്ട് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അറബ് മേഖലയിൽ UAE ഒറ്റപ്പെട്ടു പോകും. ഒന്നാമത് UAE ഓപ്പക്കീന്ന് ഔട്ടായി. ഈ പറയുന്ന അതേപോലെ അറബ് ലീഗ് GCC രാജ്യങ്ങളിലെ ലീഗിൽ നിന്നും അവർ ഔട്ടാകാൻ പോവുകയാണ്. അവർക്ക് താല്പര്യമില്ല ഫർദറായിട്ട് പോകാൻ. അവരെ ഹെൽപ്പ് ചെയ്യാൻ ഈ രാജ്യങ്ങളൊന്നും തയ്യാറായില്ല. ഇവിടെ കൃത്യമായിട്ട് പറയാം, എബ്രഹാം അക്കോർഡല്ല, ഞാൻ ഈ നേരത്തെ പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഈ വാറിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഈ GCC രാജ്യങ്ങളുടെ എല്ലാം ഗോഡ് ഫാദർ എന്ന രീതിയിൽ ഇസ്രായേലി ഫോഴ്സായി മാറുകയാണ്. കാരണം അതിൻ്റെ പേരിൽ തന്നെയാണ് ഈ രാജ്യങ്ങൾക്ക് സഹായമായിട്ട് ഇസ്രായേലി ഫോഴ്സ് അവിടെ എത്തുന്നത്. അവരുടെ അൾട്ടിമേറ്റ് എനിമി എന്ന് പറയുന്നത് ഇറാൻ തന്നെയാണ്. ഇറാൻ്റെ ന്യൂക്ലിയർ സംഭവമാണ്. UAEക്കാണെങ്കിൽ സൗദി അറേബ്യയ്ക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം എന്ന് പറയുന്നത് അമേരിക്ക ഇറാനെ അടിച്ച് നശിപ്പിക്കണം പൂർണ്ണമായിട്ടും. എന്നാൽ മാത്രമേ ഈ രാജ്യങ്ങൾക്ക് ഫർദർ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ആ ഒരു നില മുന്നോട്ട് പോകുമ്പോൾ ഫർദർ ഏതെങ്കിലും രീതിയിൽ ഇറാൻ എസ്കലേറ്റ് ചെയ്ത് വാറുമായിട്ട് മുന്നോട്ട് വരുന്നതിന് മുമ്പ് അമേരിക്ക ഇസ്രായേലും ഈ പറയുന്ന ഇറാനെ തീർക്കണം. അതിനുള്ള സപ്പോർട്ടീവ് എലമെൻറ്റ്സ് എന്തൊക്കെയാണ് അതൊക്കെ കൊടുക്കാൻ വേണ്ടി UAEയും തയ്യാറാണ്. പിന്നീട് ലേറ്റസ്റ്റ് ആയിട്ട് റോയിറ്റേഴ്സ് ഒരു റിപ്പോർട്ട് ചെയ്തു, സൗദി അറേബ്യൻ എയർക്രാഫ്റ്റുകൾ പോലും ഈ പറയുന്ന ഇറാൻ്റെ പല സ്ട്രാറ്റജിക് പോയിന്റുകളിൽ പോയി ബോംബ് ചെയ്തിട്ടുണ്ട് എന്ന്. അതിനെപ്പറ്റി ഈ 2 രാജ്യങ്ങളും കൺഫേം ചെയ്തിട്ടില്ല അവരിത് ചെയ്തു എന്ന്. അപ്പോൾ അതിൻ്റെ പ്രത്യാക്രമണം എന്ന രീതിയിലാണ് ഇറാൻ വീണ്ടും ഈ പറയുന്ന UAEയിലോട്ട് മിസൈലുകൾ അയച്ചതെന്ന് പറയുന്നത്. പക്ഷേ അത് പൂർണ്ണമായിട്ടും ഇസ്രായേലി ഫോഴ്സ് അത് തടുക്കുകയും ചെയ്തു. കൃത്യമായിട്ട് പറയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഗ്ലോബൽ മാറ്റമാണ് വെസ്റ്റ് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ ഉണ്ടാകുന്നത്.
അതായത് ഈ രാജ്യങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് മുമ്പിൽ സറണ്ടർ ചെയ്യേണ്ടി വരും. കാരണം ഇവരുടെ സെക്യൂരിറ്റിയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവർക്ക് സാമ്പത്തികമുണ്ട്, ഓയിൽ റിച്ചാണ്, ഗ്യാസ് റിച്ചാണ്. പക്ഷെ സെക്യൂരിറ്റി എന്ന് പറയുന്ന സംഭവത്തിൽ ഈ രാജ്യങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും അമേരിക്ക ഒന്ന് സഹായിക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ഇസ്രായേൽ ഇവർക്ക് കവറപ്പ് കൊടുക്കുകയാണെങ്കിൽ ഈ രാജ്യവും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം മാത്രമൊന്നുമല്ല, കൊമേഴ്ഷ്യൽ ബന്ധങ്ങൾ മാത്രമൊന്നുമല്ല, സെക്യൂരിറ്റി മാറ്റേഴ്സ്, അതായത് ഈ രാജ്യങ്ങളുടെ നിലനിൽപ്പ് മാറ്റർ ചെയ്യും. ഇതാണ് നമ്മൾ കാണുന്നത്. അതായത് ഈ ബെഞ്ചമിൻ നെതന്യാഹു അവിടെ എത്തി എന്ന് പറയുന്ന സത്യമാണ്. 3000-ലധികം ഇസ്രായേലി പട്ടാളക്കാർ UAEയുടെ മണ്ണിലുണ്ട് എന്ന് പറയുന്ന സത്യമാണ്. മൊസാദിൻ്റെ ചീഫ് 7-8ഓളം പ്രാവശ്യം UAEയിൽ ഉണ്ടായിരുന്നു, വിസിറ്റ് നടത്തി എന്ന് പറയുന്ന സത്യമാണ്. അതായത് UAEയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് സെക്യൂരിറ്റി, അവരുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള എയർപോർട്ടാണെങ്കിലും ഇതിൻ്റെ സെക്യൂരിറ്റി പോലും ഇന്ന് ഇസ്രായേലിൻ്റെ കയ്യിലാണ്. ഈ ഒരു മാറ്റമാണ് ഞാൻ മുമ്പേ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. അതാണ് കംപ്ലീറ്റ് ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്.